1400 കൊല്ലം മുമ്പ് പോകുന്നത്. മണ്ണില് ജനങ്ങൾ വീണ് മരിച്ചുകൊണ്ടിരിക്കുമ്പോ, കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോ തകർന്നു പോയ ബോംബ് വന്ന് വീണ് തകർന്നു പോയ വീടിന്റെ മുറ്റത്തിരുന്നിട്ട് ഒരു ചെറിയ മകന് ഖുർആൻ ഓതുകയാ. ഒരു ചെറിയ കുട്ടിയുണ്ടല്ലോ, തകർന്ന് വീടുന്ന ബിൽഡിങ്ങിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കണോ. വല്ലക്കും മിനൽ ഖൗഫി വൽ ونقسم من الأموال والأنفس والثمرات وبشر الصابرين. ഒരു പുണ്യമകന് ഖുർആൻ ഓതുന്ന വീഡിയോ കണ്ടല്ലോ. തകരുമ്പോ കൂടെയുള്ളവർ മുഴുവനും തകർന്നു വീഴുമ്പോ, ഒന്ന് വീണ് മരണത്തോട് മല്ലടിക്കുമ്പോ ഒരു പറയുന്നു ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. പടച്ചറപ്പേ ജനതയെ നീ സഹായിക്കണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലാഹ്, സഹായിക്കണേ അല്ലാഹ്. നിങ്ങളെ സഹായിച്ച അല്ലാഹ്, നീ അവരെ കൈവിടല്ലേ അല്ലാഹ്. മരിച്ചവർക്ക് ശഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനോട്, നബി തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനോട് അവരുടെ പല്ല് വെളിയിൽ കാണുന്നത് കണ്ടപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബ ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മത്തിന്റെ വലുപ്പം കണ്ട് ഒരുത്തനും നെളിയണ്ട, ഒരാളും നെളിയണ്ട. ചെയ്തു വെച്ചിരിക്കുന്ന നന്മകളുടെ വലുപ്പം കണ്ടിട്ട് ഒരാളും നെളിയണ്ട. അത് സ്വീകരിച്ചോ എന്ന് റബ്ബിനല്ലേ അറിയൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിസ്കാരമില്ലെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും നിസ്കരിക്കാറുണ്ട്. പക്ഷേ ആ നിസ്കാരം കാണുമ്പോ ചിലരൊക്കെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നത് കണ്ടാ സങ്കടം തോന്നാറുണ്ട്. ചിലര് നിസ്കരിക്കുന്നത് കണ്ടാ ഇബ്ലീസിന് തന്നെ ചിരി വരികയാണ്. ഇവനെന്തേ കാണിക്കുന്നത്, ഇവനെന്തേ ചെയ്യുന്നത്? നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയോ? എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയോ? ഒരൊറ്റ വഖത്ത് നിസ്കാരം മതി ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ. ആയിരക്കണക്കിന് നിസ്കാരം വേണമെന്നില്ല, ഒറ്റ ഒരു വഖത്ത് മതി സ്വർഗത്തിൽ പോകാൻ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം വീട്ടിയിട്ട് നിസ്കാര മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അന്റെ മലക്കുകൾ കെട്ടിപ്പിടിച്ചിട്ട് പറയും, നീ സ്വർഗ്ഗത്തിലാ. ഒരു റക്അത്ത് ഒരു വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞ് നീ പള്ളിയിലെ പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അന്റെ മലക്കുകൾ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാ, നീ സ്വർഗ്ഗത്തിലാ, നീ സ്വർഗ്ഗത്തിലാ. നിന്റെ പാപം മുഴുവനും പുറത്തു തന്നിരിക്കുന്നു, നീ സ്വർഗ്ഗത്തിലാണെന്ന് സന്തോഷ വാർത്ത മലക്ക് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എങ്കിലും ചിലര് നിസ്കരിച്ചിട്ട് എഴുന്നേൽക്കുമ്പോ മലക്കുകൾ പറയുന്നു, എടാ നഷ്ടമാടി, എടാ പരാജയപ്പെട്ടവരെ, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, സ്വർഗം വെറുതെ കളഞ്ഞല്ലോ. നീ അടുത്ത വഖത്തിന് മുമ്പ് മരിച്ചാൽ, അടുത്ത വഖത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് നീ മരിച്ചാ നീ നരകത്തിലാ. നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. മലക്കുകളെ പറയുമടോ, ഒരു വഖത്ത് നിസ്കാരം മതി സ്വർഗത്തിൽ പോകാൻ. അത് നിസ്കാരമായിരിക്കണം ചെറുപ്പക്കാരാ, നിസ്കാരമായിരിക്കണം പെങ്ങള്. നിസ്കരിക്കേണ്ടത് എങ്ങനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിസ്കരിക്കേണ്ടത് എങ്ങനാണെന്നറിയുമോ? മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ കാലു പഴുക്കുകയാണ്. മഹാനവറുകളുടെ കാലു പഴുക്കുകയാണ്. പടച്ചവനെ കാലിന്റെ ഒരു വിരല് പഴുക്കുകയാ. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ ഈ വിരല് മുറിച്ചു മാറ്റണം, തങ്ങളെ ഈ വിരല് മുറിച്ചു മാറ്റണം, മുകളിലേക്ക് പഴുപ്പ് കയറാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അങ്ങയുടെ ഒരു വിരല് മുറിച്ചു മാറ്റണം. ഉറുമതുകളെ സമ്മതിച്ചില്ല, ഉറുമതുകളെ സമ്മതിച്ചില്ല. പടച്ചവനെ കാലിന്റെ പഴുപ്പ് പടരുകയാണ്. അടുത്ത വിരലുകളിലേക്ക് പടർന്നു. എന്റെ കാൽപ്പത്തി മുഴുവനും പഴുപ്പാവുകയാണ്. എന്റെ കാൽപ്പത്തി മുഴുവനും പഴുപ്പാവുകയാണ്. സുബൈറങ്ങളോട് പറഞ്ഞു, തങ്ങള് ഈ കാൽപ്പത്തി മുറിച്ചു മാറ്റണം, തങ്ങള് അന്നേ പറഞ്ഞതാണ്. വലിയ പ്രയാസമാകും, ഇപ്പൊ മുറിച്ചില്ലെങ്കിൽ പ്രയാസമാണ്. അല്ലാഹുവേ, മഹാനവറുകൾ അവിടെ നിന്ന് സമ്മതിച്ചില്ല. മുകളിലേക്ക് കയറുകയാണ്, മുകളിലേക്ക് കയറുകയാണ്. അവസാനമാ കാല് മുറിച്ചു മാറ്റമല്ലാതെ വേറൊരു വഴിയുമില്ല. അതാ വൈദ്യന്മാര് ഉറുമകളുടെ മുമ്പിൽ വന്ന് പറയുമ്പോ അവസാനം അവിടെ നിന്ന് കാല് മുറിക്കാൻ സമ്മതം കൊടുത്തു, കാല് മുറിക്കാൻ സമ്മതം കൊടുത്തു. കാല് മുറിക്കാൻ അവിടെ നിന്ന് അനുവാദം കൊടുത്തു. അങ്ങനെ വൈദ്യന്മാര് കാല് മുറിക്കാൻ കിടന്നു വരികയാ. ഉറുമകളുടെ കാല് മുറിക്കാൻ വേണ്ടി അതാ വൈദ്യന്മാര് കിടന്നു വന്നു. എന്നിട്ട് കള്ളു കൊടുക്കുകയാണ്. ഉറുമകളുടെ കയ്യിലേക്ക് കള്ളെടുത്തു കൊടുക്കുകയാ. തങ്ങളെ ഇത് കുടിക്കണം, തങ്ങളെ ഇത് കുടിക്കണം. ഉറുമകള് ചോദിച്ചു, എന്താണ് ഇത്? കള്ളാണ് തങ്ങളെ. എന്തിനാ കള്ള് കുടിക്കുന്നത്? ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചാൽ കാല് മുറിക്കുന്ന സമയത്ത് വേദന കുറഞ്ഞു കിട്ടും. വേദന അറിയാൻ പറ്റില്ല, അതുകൊണ്ട് കള്ളുകൊണ്ട് വന്നിട്ട് കുടിക്കാൻ പറയുമ്പോ നിങ്ങൾ പറയുകയാ, ഞാൻ കള്ള് കുടിക്കില്ല, ഒരിക്കലും ഞാൻ കള്ള് കുടിക്കില്ല. നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ. പടച്ചവനെ, ഉറുമതങ്ങൾ പറയുകയാണ്, ഞാനൊന്ന് എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. ആ നിസ്കാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റണേ. സുബ്ഹാനല്ലാഹ്. പെങ്ങള് ഉറുമകള് മുതുപെടുത്തിട്ട് കടന്നു വരികയാണ്. അതാ മുതുപെടുത്തിട്ട് കടന്നു വന്ന് നിസ്കാരപ്പായിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് നിയ്യത്ത് ചെയ്തിട്ട് കൈകെട്ടുകയാ. ോട് കരാറ് ചെയ്തിട്ട് മഹാനവറുകൾ അവിടെ നിന്ന് കൈകെട്ടിയിട്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടുന്ന് ഫാത്തിഹ ഓതി, അവിടുന്ന് ഫാത്തിഹ ഓതി. എന്നിട്ട് സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്യുകയാ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇലാ ഖലീലാ നിസ്ഫഹു അമിൻ ഖുസ്മിനഹു ഖലീലാ. മഹാനവറുകൾ അവിടെ നിന്ന് ഖുർആൻ ഓതി നിസ്കാരത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ. യായത്തങ്ങ് ഓതാൻ തുടങ്ങുമ്പോ ഉറുമത്തുബിൻ സുബൈർ തങ്ങളുടെ കാല് മുറിക്കുകയാ. പടച്ചവനെ, ഒരു മരുന്നും കൊടുത്തില്ല, ഒരു മയക്കവും നടത്തിയില്ല. പടച്ചവനെ, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉറുമകളുടെ കാലുണ്ടല്ലോ, പച്ചയായ മനുഷ്യന്റെ കാലങ്ങ് മുറിക്കുകയാ. അറിഞ്ഞില്ല വാപ്പാ, അറിഞ്ഞില്ല വാപ്പാ. ഇതേതെങ്കിലും സിനിമാ കഥയല്ല. ഉറുമത്തിന് സുബൈർ തങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കണോ. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ കാലങ്ങ് മുറിച്ചു മാറ്റുകയാ. മഹാനവറുകൾ അറിഞ്ഞില്ല. രക്തമിങ്ങനെ ഒഴുകുകയാണ്. കാല് മുറിച്ചു മാറ്റിയപ്പോ രക്തമിങ്ങനെ ഒഴുകുകയാ. രക്തം നിൽക്കുന്നില്ല. എന്ത് ചെയ്തെന്നറിയുമോ?
സൈത്തണ്ണ തിളപ്പിക്കുകയാണ്. പെട്ടെന്ന് രക്തം നിൽക്കാനുള്ള വഴിയാണ് സൈത്തണ്ണ തിളപ്പിച്ചിട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉറുവകളുടെ മുറിഞ്ഞ കാലുണ്ടല്ലോ, ആ കാലിലേക്ക് തിളച്ച എണ്ണയെന്ന് മുക്കുകയാ. സുബ്ഹാനല്ലാഹ്. അവിടെ രക്തമിങ്ങനെ പോയി പോയി തളർന്നു വീഴുകയാ. അവിടുത്തെ ബോധമങ്ങ് നഷ്ടപ്പെട്ടു, അവിടുത്തെ ബോധമങ്ങ് നഷ്ടപ്പെട്ടു. അവസാനം ഉറുവതങ്ങൾക്ക് ബോധം വരുമ്പോ, ബോധം കെട്ട് കിടക്കുമ്പോ ഉറുവതങ്ങൾ കിടക്കുകയാണ്. അപ്പോഴാണ് കുടുംബക്കാര് ഓടി വരുന്നത്, കുടുംബക്കാര് ഓടി വരികയാണ്. വൈദ്യന്മാര് ചോദിച്ചു എന്താണ്? അവര് പറഞ്ഞു ഉറുവതങ്ങളുടെ മകനെ കുതിര ചവിട്ടിയിട്ടവളെന്ന് മരിച്ചുപോയി. ഉറുവതങ്ങളുടെ പൊന്നാര മകന്, ഇളയ മകന് മരിച്ചുപോയി. ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ട് അവിടെന്ന് മരണപ്പെട്ടു പോയി. ഇത് പറയാൻ വരുമ്പോഴാണ് ഉറുവതങ്ങളുടെ കാല് മുറിച്ചിട്ട് കിടക്കുകയാണ്. ബോധമില്ല, ബോധമില്ല. പടച്ചവനെ, ഉറുവതങ്ങൾക്ക് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ അങ്ങയുടെ കാല് മുറിച്ചു മാറ്റി തങ്ങളെ. പറയുമ്പോ ഞാനില്ല പറഞ്ഞിട്ട് ഉറുവതങ്ങള് പറഞ്ഞു അൽഹംദുലില്ലാഹ്. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് ഇളയ മകന് മരിച്ചുപോയി തങ്ങള്. അൽഹംദുലില്ലാഹ്. കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോ, മകനും മരിച്ചെന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് കേട്ടിട്ട് അവൻ അത്ഭുതത്തോടെ ചോദിച്ചു, എന്തേ അൽഹംദുലില്ലാഹ് പറഞ്ഞത്? ഉറുവതങ്ങൾ പറയുകയാ, 3 മക്കളെ തന്നിട്ട് ഒന്നിനെയല്ലേ അല്ല തിരിച്ചെടുത്തുള്ളൂ. എന്റെ മക്കളിൽ ഒരാളെയല്ലേ അല്ല തിരിച്ചു വിളിച്ചുള്ളൂ. മക്കളെ അല്ലാഹു ജീവനോടെ തന്നല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. എനിക്ക് 2 കാല് തന്നല്ലോ, 1 കാലല്ലേ എടുത്തുള്ളൂ. 1 ബാക്കി വച്ചല്ലോ, 1 ബാക്കി വച്ചല്ലോ. അൽഹംദുലില്ലാഹ്. ഉറുവതങ്ങൾ പറയുകയാ, ഉറുവതങ്ങൾ പറയുകയാ. എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. ഉറുവതങ്ങൾ പെട്ടെന്ന് കരയുകയാണ്. തലതാഴ്ത്തി പിടിച്ചിട്ട് വല്ലാതെ സങ്കടപ്പെട്ട് കരയുകയാ. വൈദ്യന്മാര് ചോദിക്കുന്നു, തങ്ങള് എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? ഉറുവതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇനി ഒരുപാട് നാട് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. ഒരുപാട് നേരം 2 കാലുള്ളവൻ നിന്ന് നിസ്കരിക്കുന്നത് പോലെ എനിക്കിനി നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. സങ്കടം കൊണ്ടാ അവിടെന്ന് കരയുന്നത്, സങ്കടം കൊണ്ടാ. ഒരു കാലും മുറിച്ചു മാറ്റിയത് നിസ്കാരത്തിലാണോ? അല്ലെങ്കിൽ നിസ്കാരമെന്ന് പറയുന്നത്, നിസ്കാരമെന്ന് പറയുന്നത് അങ്ങനെ നിസ്കരിച്ചാലാണ് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ മലക്കുകൾ പറയുന്നത്, നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിലാ. ഇങ്ങനെ പറയാൻ ഒരു വകത്തെ നമസ്കാരം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? ഒരു ഉറുമ്പ് കടിച്ചാൽ അറിയുമടോ? ഒരു ഉറുമ്പ് കടിച്ചാൽ അറിയുമടോ? നമ്മൾ നിസ്കരിക്കുന്നത് അവിടെ പറഞ്ഞല്ലോ, മകൻ മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ് ഇതൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നെങ്കിൽ 1400 കൊല്ലം മുമ്പ് പോകുന്നത് ഫലസ്തീനിന്റെ മണ്ണിലെ കണ്ടില്ലേ? പടച്ചവനെ, ഫലസ്തീനിന്റെ മണ്ണില് ജനങ്ങൾ വീണ് മരിച്ചുകൊണ്ടിരിക്കുമ്പോ, കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോ തകർന്നു പോയ ബോംബ് വന്ന് വീണ് തകർന്നു പോയ വീടിന്റെ മുറ്റത്തിരുന്നിട്ട് ഒരു ചെറിയ മകന് ഖുർആൻ ഓതുകയാ. പടച്ചവനെ,
കണ്ടല്ലോ, തകർന്നു വീഴുന്ന ബിൽഡിങ്ങിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കണോ, വല്ലകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരി സ്വാബിരീൻ. ഒരു പൊന്നുമകനെ ഖുർആൻ ഓതുന്ന വീഡിയോ കണ്ടല്ലോ, തകരുമ്പോ കൂടെയുള്ളവർ മുഴുവനും തകർന്നു വീഴുമ്പോ വീണ് മരണത്തോട് മല്ലടിക്കുമ്പോ ഒരു പറയുന്നു ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. പടച്ചറബ്ബേ ഫലസ്തീന ജനതയെ നീ സഹായിക്കണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലാഹ്, സഹായിക്കണേ അല്ലാഹ്. ബദരീങ്ങളെ സഹായിച്ച അല്ലാഹ്, നീ അവരെ കൈവിടല്ലേ അല്ലാഹ്, മരിച്ചവർക്ക് ശഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിസ്കാരമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഇങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കുന്നവന്റെ കയ്യിൽ പിടിച്ചിട്ടാണ് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നത് നീ സ്വർഗ്ഗത്തിലാ. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാലും മുറിച്ചിട്ട് മഹാനായ ഉറുവ തങ്ങൾ അറിഞ്ഞില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നമ്മളൊക്കെ എന്താ ചങ്ങാതി നിസ്കരിക്കുന്നത്? ഒരു കൊതുവ് കടിച്ചാൽ ഞാൻ അറിയും, നിങ്ങളുടെ കാര്യം എങ്ങനെയാന്ന് എനിക്കറിയില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ നിസ്കാരം ഇതാ. ഇതുപോലെ ഏത് നന്മയെടുത്തു നോക്കിയാലും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്മ ഇതാ. നമ്മുടെ നന്മകൾ നമ്മൾ മറ്റുള്ളവരെ കാണുന്നതിന് വേണ്ടി ചെയ്യുന്നവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അള്ളാഹിനെ കണ്ടുമുട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും നന്മ രഹസ്യമായിട്ട് നന്മകൾ ചെയ്യ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തായാലും സംഘാടകർ ബക്കറ്റ് എടുത്തു നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായിട്ട് കടന്നു വരികയാണ്. നിന്റെ പേരെന്താന്ന് ഈ ചങ്ങാതിക്ക് അറിയില്ല, നീ ഇട്ടത് എന്താണെന്നും ഈ ചങ്ങാതിക്ക് അറിയില്ല. രഹസ്യമായിട്ട് ഒരു സദക്ക എടുത്ത് നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്ന് അൽഹംദുലില്ലാഹ് 30ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഇവിടെ. നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായിട്ട് കടന്നു വരുമ്പോ നീ എത്രയാണ് ഇട്ടത് എന്ന് ഇവിടെ വിളിച്ചു പറയത്തൊന്നുമില്ല, നിന്റെ പേരും ചോദിക്കത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കേട് ഉള്ളപ്പോഴും പറയേണ്ട ഒരു പാട്ട് ഞാൻ കേൾക്കാറുണ്ട്. ഹല്ലക സിർറുൻ ഇൻദല്ലാഹ് ബൈനക അൻത വ ബൈനല്ലാഹ് ഹല്ലക സദഖാതുൻ തഖഫാ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. രഹസ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്ക്, അത് പ്രയോജനം ചെയ്യും ഇൻഷാ അല്ലാഹ്. ബക്കറ്റ് കൊണ്ടുപോകണ കാക്ക, നിങ്ങൾ ഇത്തിരി സ്പീഡ് കുറച്ചാൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാം. എല്ലാവരുടെ മുന്നിൽ നിന്ന് മേടിച്ചോ, ധൈര്യമായിട്ട് മേടിച്ചോ. നിങ്ങളുടെ മക്കളെ കെട്ടിക്കാനല്ല, നിങ്ങൾക്ക് വീട് വെക്കാനല്ല. ഈ ബക്കറ്റ് വിരിവ് ചെയ്താൽ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകും. അല്ലാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പോക്കറ്റി കൈയിട്. കൈയിട്ടോ കാക്ക. ഇപ്പൊ ഈ ചങ്ങാതി വരുമ്പോ നീ പൊട്ടം കളിപ്പിച്ച നിങ്ങൾക്കറിയോ ആ സദഖത്തു റദ്ദുൽ ബല, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറ, നബിയുനാ റസൂലുള്ളാഹി. അപകടങ്ങളെ തട്ടിമാറ്റാൻ പറ്റും, രോഗങ്ങളെ തട്ടിമാറ്റാൻ പറ്റും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദഖ കൊണ്ട് ചികിത്സിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ നിങ്ങൾ പൊട്ടം കളിച്ചോണ്ടിരിക്കണ ചങ്ങാതി, നിനക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നു, നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഐസിയുവിനകത്തിട്ടിരിക്കുക, സർജറി ചെയ്യാൻ. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ചോദിച്ചിട്ട് തരാത്ത ചങ്ങാതി, നാളെ നിന്നെ സർജറി ചെയ്യാൻ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടോ ഡോക്ടർമാര് പറഞ്ഞു നിന്നെ സർജറി ചെയ്യണം, സീരിയസ് ആണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, ഡേഞ്ചർ ആണ്. അപ്പൊ നീ വരും ഉസ്താദിന്റെ അടുക്ക വന്നിട്ട്, ഉസ്താദേ 30 മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം തരാം, ഒന്ന് ദുആ ചെയ്യിപ്പിക്കണേ. അപ്പൊ നിങ്ങൾക്കറിയാം സദഖ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. ഈ സഹോദരിമാര് സ്വർണ്ണവിടാത്ത ഒരെണ്ണം പോലുമില്ല. ഈ ഖുർആൻ പഠിക്കുന്ന മക്കളെ നിങ്ങൾ സ്വന്തം മക്കളായിട്ട് ഏറ്റെടുക്ക്. പള്ളികൾക്ക് കൊടുക്കുക, മദ്രസകൾക്ക് കൊടുക്കുക, അനുകൂല ഒരെണ്ണം.
അനങ്ങാതെ ഇരിക്കും. എന്നാ ക്യാൻസറിന്റെ ടെസ്റ്റിന് അയച്ചു നോക്കിക്കേ, മോതിരവും വളയും പള്ളിക്ക് തരും. അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ അറിയാം, എല്ലാവർക്കും അറിയാം സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. അതുകൊണ്ട് അൽഹംദുലില്ലാ മനസ്സറിഞ്ഞിട്ട് ആ ബക്കറ്റിലേക്ക് ഇട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹ് നീ ഇഷ്ടപ്പെട്ടവരുടെ മഖാമിന്റെ മുമ്പിലാ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു, അവരുടെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാഹ്. മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കൈകാലുകൾ മുറിച്ചുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. സദഖ കൊടുക്കുന്നുണ്ടോ കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയെ തൊട്ട് നീ കാക്കണേ റബ്ബേ. നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഏതെങ്കിലും ഒരു നന്മ ചെയ്യ്. നിസ്കാരമാണെങ്കിൽ നിസ്കരിക്ക്, സദഖയാണെങ്കിൽ സദഖ കൊടുക്ക്, ദിക്ർ പറയലാണെങ്കിൽ ദിക്ർ പറ, നോമ്പ് പിടിക്കലാണെങ്കിൽ നോമ്പ് പിടിക്ക്. എന്ത് നല്ല കാര്യമാണോ ചെയ്യാൻ പറ്റുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്യണോ. എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആരോടും പറയല്ലേ. ഒരാളോടും നിങ്ങൾ പറയരുത്, ഒരാളും അറിയണ്ട, ഒരാളും അറിയണ്ട. ആരും അറിയാത്ത എന്തെങ്കിലും ഒരു രഹസ്യമായ ഒരു അമല് ജീവിതത്തിൽ കരുതി വെക്കണോ. ആരും അറിയാത്ത ഒരു രഹസ്യം, ആരും അറിയാത്ത എന്തെങ്കിലും ഒരു നന്മ അള്ളയും അറിഞ്ഞാ മതി, അല്ലാഹും അറിഞ്ഞാ മതി. നിന്റെ ഭാര്യക്കോ നിന്റെ മക്കൾക്കോ നിന്റെ കൂടപ്പുറപ്പോ നിന്റെ കൂട്ടുകാരോ ഒരാളും അറിയാത്ത എന്തെങ്കിലും ഒരു നന്മ കരുതി വെക്കണേ അല്ലാഹുവേ. അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. പടച്ചവനെ ഞാൻ പറയുന്നത്, നേരം ഇവിടത്തെ വരയ്ക്കൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ട് പറ്റുമടോ. പരസ്യമായിട്ട് പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. എങ്കിലും പാതിരാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോ 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമോ? ആരും അറിയുന്നില്ല, ആരും അറിയുന്നില്ല, മക്കൾ അറിയുന്നില്ല, നാട്ടുകാരറിയുന്നില്ല, നീയും അല്ലാഹുവും അല്ലാതെ വേറെ ആരും അറിയുന്നില്ല. പാതിരാത്രി എഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമോ? നിനക്കറിയുമോ പ്രതിഫലം എന്താണെന്ന്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാരെ, പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഉമ്മമാരുണ്ട്. നിങ്ങൾക്കറിയുമോ അതിന്റെ പ്രതിഫലം? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ തഹജ്ജുദ് നിസ്കാരമുള്ളവനാണോ? നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ അടയാളം പറയുമ്പോ, ഇഷ്ടപ്പെട്ടവരുടെ അടയാളം പറയുമ്പോ ിനകത്ത് കിടക്കുന്ന ശൈഖുനാന അല്ലാഹു ഇഷ്ടപ്പെട്ടതാ, ആദരിച്ച മഹാനാ, അവരുടെ ഉറൂസിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇവരെ അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ്. ഇതുപോലെ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് ചില അടയാളമുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെടുന്നവരുടെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, പാതിരാത്രി എല്ലാവരും കഥാപിരിപ്പിനകത്ത് കിടന്ന് ഉറങ്ങുമ്പോ ആരും അറിയാതെ എഴുന്നേറ്റ് വെള്ളത്തിൽ ഉടുപെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടോ? മോനെ, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടടാ. അല്ലാഹു
ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നീ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത്. നിന്നെ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് വല്ലാത്ത പ്രതിഫലമാണ്. രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിയുമോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ അവനകത്ത് നിന്ന് എഴുന്നേറ്റ് പേടിച്ച് വിറച്ചുകൊണ്ട് എല്ലാവരും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാ. രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാ. അവരുടെ തലയ്ക്ക് വല്ലാത്ത നീളമാ. എല്ലാവരും പേടിച്ച് വിറച്ചു നിൽക്കുന്ന ദിവസത്തില് തല ഉയർന്നു നിൽക്കുന്ന രണ്ട് വിഭാഗമുണ്ട്. ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ. നേരം അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ. ആ മുഅദ്ദിന്റെ തല നാളെ ഉയർന്നു നിൽക്കുകയാ. അല്ലാഹുവിന്റെ കോടതിയില് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ബാങ്ക് വിളിക്കണം ചെറുപ്പക്കാരാ. അവസരം കിട്ടുമ്പോ ബാങ്ക് വിളിക്കണം. പഠിച്ചവനെ മുഅദ്ദിനെ വില കുറച്ച് കാണുന്നവരുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന് കൈവക്കിക്കേ. ഒരു മത്സരത്തിനെങ്കിലും വിളിച്ചിട്ടുള്ളവർ അല്ലാഹു അലം പടച്ചവൻ നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടോ, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനിന്റെ തല നാളെ പരലോകത്ത് ഉയർന്നു നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ തല നാളെ പരലോകത്ത് ഉയർന്നു നിൽക്കും. ബാങ്ക് വിളിക്കണം. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ചങ്ങാതി, ഈ വരയ്ക്കലിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് മുഅദ്ദിനാണ്. പള്ളിയിലെ മുഅദ്ദിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത്. കാരണം മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഈ ലോകത്ത് എന്തെല്ലാം വസ്തുക്കൾ കേൾക്കുന്നുണ്ടോ ഇത് മുഴുവനും നാളെ ആ മനുഷ്യന് വേണ്ടി അല്ലാഹുവിനോട് സാക്ഷി നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ബാങ്ക് വിളിക്കുന്നവർ ആ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനിന്റെ തല ഉയർന്നു നിൽക്കുകയാണ്. എട്ടപ്പെടുന്ന പറഞ്ഞെന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പരദൂഷണവും നിന്റെ നന്മകൾ മുഴുവനും കരിച്ചു കളയുന്ന പാപമാ. അതിന് സാരമല്ല, അതിന് സാരമല്ല. ആ പാപം പൊറുക്കണമെങ്കിൽ ആരോടാണോ നീ പറഞ്ഞത് അവരുടെ കൈപിടിച്ച പൊരുത്തം ചോദിക്കാതെ നിനക്ക് രക്ഷയില്ല. കുടിച്ചാലല്ല പുറത്തു തരും, വിചരിച്ചാലല്ല പുറത്തു തരും, മനുഷ്യരിച്ചാലല്ല പുറത്തു തരും. നീ എന്ത് പാപം ചെയ്താലും അല്ല പുറത്തു തരും. കാരണം അത് നീയും അല്ലാഹുവും തമ്മിൽ ബന്ധപ്പെട്ടതാ. അല്ലാഹു കരുണയുള്ളവനാണ്, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. അല്ലാഹുവോട് നീ കരഞ്ഞു പറഞ്ഞു അല്ലാഹു പുറത്തു തരും. അത് അല്ലാഹുവും നീയും തമ്മിൽ ബന്ധപ്പെട്ടത്. മനുഷ്യനും ബന്ധപ്പെട്ടത് നമ്മൾ തന്നെ തീർക്കണമടോ. നിന്നെ കുറിച്ച് പറഞ്ഞാൽ നിന്റെ പൊരുത്തം എനിക്ക് വേണം, നീ എന്നെ കുറിച്ച് പറഞ്ഞാൽ എന്റെ പൊരുത്തം നിനക്ക് വേണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. ജീവിതത്തിലെ സൽക്കർമ്മങ്ങൾ ചെയ്യ്, ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്യ്. ആ നന്മകൾ ചെയ്താ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കണ്ടുമുട്ടാ നിനക്ക് അല്ലാഹു അവസരം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നന്മകൾ ചെയ്യാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു നന്മ ചെയ്യാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. KL 53A 99 ഈ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കണം.
ലോഡും വണ്ടി എല്ലാം ബ്ലോക്കായി കിടക്കുവാണ്. KL 53 ഫാൻസി നമ്പറാണ് 999. അതിന്റെ ഡ്രൈവർ ഇവിടെ ഉണ്ടെങ്കിൽ റോഡിൽ കിടക്കുന്ന കല്ലെടുത്ത് മാറ്റി കൊടുത്താൽ സ്വർഗം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഴി കിടക്കുന്ന കല്ലെടുത്ത് മാറ്റിയാൽ തന്നെ സ്വർഗം കിട്ടും. അതുകൊണ്ട് 999 എന്റെ ആളൊന്ന് പോയി വണ്ടി മാറ്റി കൊടുക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ജീവിതത്തിൽ നന്മകൾ ചെയ്യും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്തൂടെ പറകാക്കന്മാര് ചെയ്തൂടെ. രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുക. ആരും അറിയത്തില്ല, ഭാര്യ പോലും അറിയത്തില്ല. എഴുന്നേറ്റ് നിസ്കരിക്കുക. എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യും. സുന്നത്ത് നോമ്പ് പിടിക്കാമല്ലോ. എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. 5 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ്. 11:15 എത്ര മണിക്കാ നിർത്താന്ന് പറഞ്ഞു? എത്ര മണിക്കാ നിർത്താന്ന് പറഞ്ഞു? 11:20 സുബ്ഹാനല്ലാഹ്. വാക്ക് പാലിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് വഴുത്? ഞാൻ തന്നെ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് വഴുത്? അല്ലാഹു വാക്ക് പറഞ്ഞാൽ പാലിക്കണം. പാലിക്കാത്തത് മുനാഫിക്കിന്റെ സ്വഭാവം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്ത് വേണം? നിർത്തണോ പറയണോ? നിങ്ങൾ പറയണോ നിർത്തണോ? ഒരെണ്ണം കൂടെ കേൾക്കൂ. ഒരെണ്ണം കൂടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 അല്ലാഹു പറയുകയാ. രണ്ടാമത്തെ കാര്യം എന്താ? വമൻ കാന യർജൂ അല്ലാഹ് ഫൽയുക്രിം അല്ലാഹ്. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ആൾക്കാരെ നിങ്ങൾ സ്നേഹിക്കണോ? അല്ലാഹുവിന്റെ ആൾക്കാരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടു. നബിതങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, വമൻ കാന യർജൂ ലിഖാ അല്ലാഹ് ഫൽയുക്രിം അല്ലാഹുവിന് ചില അഹിലുകാര് അല്ലാഹുവിന് കുടുംബക്കാരുണ്ടെന്നല്ല, അല്ലാഹുവിന് അടുത്ത ആൾക്കാരുണ്ട്. അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ അടുത്ത ആൾക്കാരുണ്ട്. സഹാബത്ത് ചോദിക്കുന്നു, ആരാ നബിയേ? അല്ലാഹുവിന്റെ അടുത്ത ആൾക്കാരാരാ നബിയേ? അല്ലാഹുവിന്റെ അടുത്ത ആൾക്കാരാരാ നബിയേ? നബി തങ്ങൾ പറയുന്നു, അഹ്ലുൽ ഖുർആൻ, പഠിച്ചവര്, പഠിക്കുന്നവര്, പഠിച്ചവര്, ഓതുന്നവര്, ഖുർആനുമായി ബന്ധപ്പെടുന്നവര്, അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ അഹിലുകാര്, അവർ അല്ലാഹുവിന്റെ അടുത്ത ആൾക്കാരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന് അടുത്ത ഒരു വിഭാഗമുണ്ട്. അല്ലാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരാൾക്കാരുണ്ട്. ഈ കുടുംബ ബന്ധം പോലെ, കുടുംബക്കാരെ പോലെ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത ഒരു വിഭാഗമുണ്ട്. ആരാ നബിയെ? അവർ ഖുർആനിന്റെ ആൾക്കാർ, അവർ ഖുർആനിന്റെ അഹ്ലുകാര്, ഖുർആൻ ഓതുന്നവർ, ഖുർആൻ പഠിക്കുന്നവർ, ഖുർആൻ പഠിപ്പിക്കുന്നവർ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർ, അവർ അല്ലാഹുവിന്റെ ആൾക്കാരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ